ഹലോ എല്ലാവരും എന്തെടുത്ത് സുഖമായിട്ടിരിക്കണോ? നമുക്കൊന്നൊരു ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കിയാലോ? ഇപ്പോൾ ചെമ്മീനൊക്കെ നല്ല വില കുറവല്ലേ? ഇപ്പോൾ നമുക്ക് ചെമ്മീൻ കുറച്ച് വാങ്ങി നമുക്ക് റോസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെമ്മീൻ നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്നും ഉണ്ടാക്കരുത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ നമ്മൾ മുന്നേ കൂട്ടി വേവിച്ച് വെച്ചേക്കണ ചെമ്മീനാണ് കേട്ടോ. ഇത്രയും ചെമ്മീനല്ല കേട്ടോ, കുറച്ചും കൂടി ചെമ്മീനുണ്ട്, അത് ഞാൻ ഇതിലേക്ക് ഇടാനുള്ള വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ സബോള, അതേമാതിരി തന്നെ കറിവേപ്പില, പിന്നെ തക്കാളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, അതേമാതിരി തന്നെ നമ്മുടെ വെളുത്തുള്ളി, ഇതൊക്കെ നമ്മൾ മുന്നേ കൂട്ടി ചതച്ച് വെച്ചേക്കുന്നുണ്ട്. ഞാൻ അരിഞ്ഞല്ല വെച്ചേക്കുന്നത്, ചതച്ച് വെച്ചേക്കണ്ട, പേസ്റ്റ് ആക്കി എടുത്തില്ല കേട്ടോ. പിന്നെ ഇതിൽ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നല്ല വേപ്പില നമുക്ക് ആദ്യം ഒന്ന് മുരിച്ചെടുക്കാം. നല്ല മണമായിരിക്കട്ടെ ഇങ്ങനെ വേപ്പില ഇടുമ്പോൾ. അതിലേക്ക് പിന്നെ സബോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി വറക്കാട്ടോ. നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവണം വരെ വേവിക്കാട്ടെ. ഞാൻ ചെറുതാക്കിയാണ് സബോള എരിഞ്ഞേക്കണത്, നിങ്ങൾ തന്നെയല്ല എരിഞ്ഞേക്കുന്നത്, ഞാൻ ചെറുതാക്കിയാണ് സബോള എരിഞ്ഞേക്കണത്. ഇത് നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ ആവണം വരെ നമുക്ക് വറുത്തെടുക്കണം കേട്ടോ. എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് കിട്ടാട്ടോ. അപ്പോൾ നല്ല കളറും കിട്ടും. പിന്നെ സബോള നന്നായി വേഗം വാടാൻ വേണ്ടിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചെമ്മീനിൽ മുന്നേ ഉപ്പിട്ട് വേവിച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ഞാനപ്പോൾ ഒരു നുള്ളു ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബോളയൊക്കെ നന്നായി ഗോൾഡൻ ബ്രൗൺ കളർ ആവണ വരെ ആയിട്ടാ. ഇതിലേക്ക് നമുക്ക് ഇനി ഇടാനുള്ളത് ഇഞ്ചിയും പച്ചമുളകും ഇതായിട്ട് ഞാൻ ഇടാൻ നേരം വൈകിയായിരുന്നു. നമ്മുടെ സബോള ഇത്തിരി നന്നായി വെന്തായിരുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഇട്ടത്. അത് നേരത്തെ ഇട്ടോളൂ, ഞാൻ ഇടാൻ നേരം വൈകിപ്പോയി. അപ്പോൾ നമ്മുടെ പച്ചമുളകൊക്കെ ഫസ്റ്റിലേ ഇടേണ്ടതാണ്, അത് ഇടാനും മറന്നുപോയി. അപ്പോൾ അതേമാതിരി തന്നെ അതൊക്കെ നേരത്തെ ഇടണം കേട്ടോ. അപ്പോൾ ഞാൻ ഇഞ്ചിയും നമ്മുടെ വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി അത് മൂത്ത് വരണ വരെ നമുക്ക് ഇതുണ്ട്, അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോണ വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് ഇടാനുള്ളത് നമ്മുടെ തക്കാളിയാണ് കേട്ടോ. തക്കാളി നമ്മൾ ചെറുതാക്കി എരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, തക്കാളിയും കൂടി ഇതിലിട്ട് കൊടുക്കണം കേട്ടോ. തക്കാളിയും കൂടി ഇട്ട് നന്നായി അതൊന്ന് നന്നായി വാടി വരണം തക്കാളി കേട്ടോ. അപ്പോൾ തക്കാളി നന്നായി ഇതേ ഇട്ട് കൊടുക്കാനുണ്ട്. ചെറുതാക്കി എരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ നന്നായി വേഗം വാടും കേട്ടോ. അപ്പോൾ ഇത് തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ ഇത് നന്നായി അതൊന്ന് വാടട്ടെ കേട്ടോ. ഇനി നമ്മുടെ സബോള കരിയില്ല കേട്ടോ, തക്കാളി ഇട്ട് കാരണം നമ്മുടെ സബോള ഇനി കരിയില്ല. അപ്പോൾ ഇനി തക്കാളിയും കൂടി നന്നായി വാടട്ടെ. ഈ തക്കാളിയും കൂടി വാടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പൊടികളൊക്കെ ഇടാം, അതായത് നമ്മുടെ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളി നന്നായി ഉടഞ്ഞ് വരട്ടെ കേട്ടോ. നന്നായി വെന്തത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല ഇതിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികളിടാം, അതായത് മല്ലിപ്പൊടി ആദ്യം ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഇട്ട് ഒന്ന് അതിൻ്റെ പച്ചമണം മാറി കഴിഞ്ഞ് കഴിയുമ്പോൾ മുളക് പൊടി ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അതൊക്കെ ഇട്ട് കൊടുക്കാട്ടെ, നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇട്ട് കൊടുത്താൽ വേണ്ടി. ഞാനൊക്കെ കുറേശ്ശേ ഇടണുള്ളൂ. മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ കുറച്ചേ ഇടണുള്ളൂ. ഇവിടെ എല്ലാവർക്കും മുളക് ഭയങ്കര എരിവാണ്, അത് കാരണം മുളകൊക്കെ കുറച്ചേശ്ശേ ഇടണുള്ളൂ. ഞാൻ കുറച്ച് ഒരു 1.5 ടീസ്പൂൺ ഞാൻ മല്ലിപ്പൊടിയും ഒരു 1/2 ടീസ്പൂണിനടുത്താണ് കേട്ടോ ഞാൻ മുളക് പൊടി ഇട്ടേക്കരുത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി ഇളക്കി കൊടുക്കാനായിട്ടാണ്. ഇത് ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെമ്മീൻ വേവിച്ച് വെച്ചേക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് വേവിക്കണേലും നല്ലത് നമുക്ക് ഫസ്റ്റിലെ ചെമ്മീൻ വേവിച്ച് വെച്ചിട്ട് ഇതിലേക്ക് ഇടുന്നതാണ്. ചെമ്മീനാണെന്നുണ്ടെങ്കിൽ നന്നായി വെന്ത് വേവണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അലർജിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ വേവിച്ചതിൻ്റെ വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണുണ്ട്. നേരത്തേലും കൂടുതൽ ചെമ്മീൻ കണ്ട, ഇപ്പോഴാണ് വീഡിയോയിൽ ചെമ്മീൻ വന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പ് പോരായി ഉണ്ടോ എന്ന് നമുക്ക് നോക്കണം. എന്നിട്ട് കഴിച്ചതിലേക്ക് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കണുണ്ട് ഞാനിതിലേക്ക്. പിന്നെ കുറച്ച് ചൊറുക്കിയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്, ഒരു കുഞ്ഞ് പുളിക്കും കൂടി. നമ്മുടെ തക്കാളി ഇട്ടിട്ടുണ്ട്, എന്നാലും എനിക്ക് പുളിത്തിരി കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ അതിലേക്ക് അപ്പോൾ കുറച്ച് ചൊറുക്കും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇതിന്. അതെടുത്ത് നന്നായി ഇളക്കി കൊടുത്ത് ഒന്ന് മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് റെഡിയാണ് കേട്ടോ. ഞാനിപ്പോൾ കുറേ നാളായിട്ട് ചെമ്മീൻ വാങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല, വില കുറഞ്ഞിട്ടായാലും ചെമ്മീൻ വാങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ചെമ്മീൻ വാങ്ങി ഒന്ന് റോസ്റ്റ് ചെയ്ത്, അപ്പോഴാണ് മനസ്സിലായത് നമുക്ക് മുന്നേ കൂട്ടി ചെമ്മീൻ വാങ്ങാമായിരുന്നു എന്നുള്ളത്. അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോട്ടെ, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തോളോട്ടെ. ഇനിയും ഇങ്ങനത്തെ ഓരോ റെസിപ്പീസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്താലാണ് നമ്മുടെ വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു. അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ പിറ്റേ ദിവസം വരുന്നതായിരിക്കും കേട്ടോ.